വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്രിമിനലുകൾക്ക് മറുപടി പറയാനില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും ചട്ടലംഘനം നിയമപരമായി നേരിടുമെന്നും ഗവർണർ പറഞ്ഞു. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. Minister, but she is saying that she has all the right. I am not going to respond to criminals. VS അനുരാഗ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്, വളരെ ക്ലാരിറ്റി ഉള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതായത് തനിക്ക് മാത്രം എന്തുമാകാം, തന്റെ വാക്കുകളുടെ അപകടം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായി തന്റെ സംസ്ഥാനത്തെ മന്ത്രിയെയാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയാണ് ഇപ്പോൾ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ ആക്ഷേപിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരള സർവകലാശാല സെനറ്റ് യോഗം നിയമപരമായാണ് നടന്നത്. അതിൽ നിയമപരമായി തന്നെയാണ് മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തത്. ഇക്കാര്യത്തിൽ രാവിലെ തന്നെ വ്യക്തത മന്ത്രി തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നു. സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചിട്ടില്ല. ചട്ടങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗവർണർ ആരോപിക്കും പോലെ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാമല്ലോ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിനാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അതിര് കടന്നുള്ള പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിലൊക്കെയും ഇത്തരത്തിൽ നിയമലംഘനം നടന്നു എന്ന് പറഞ്ഞ് മറ്റ് പ്രതികരണത്തിലേക്കില്ല എന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും നിരന്തരം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് ക്രിമിനലുകൾക്ക് താൻ മറുപടി പറയില്ല എന്നുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനൊപ്പം തന്നെ മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ല എന്നാണ് വീണ്ടും ഗവർണർ ആവർത്തിച്ച് പറയുന്നത്. ചട്ടലംഘനം നിയമപരമായി തന്നെ നേരിടുമെന്നും ഗവർണർ പറയുന്നു. പക്ഷേ കൃത്യമായി നിയമങ്ങളും മറ്റ് ചട്ടങ്ങളും ചൂണ്ടിക്കാട്ടി തന്നെയാണ് മന്ത്രി രാവിലെ തന്നെ ഇക്കാര്യത്തിൽ യാതൊരു ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. ഇതിൽ ഉത്തരമുട്ടിയാകണം ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക്, അതിര് കടന്ന ഒരു പ്രതികരണത്തിലേക്ക് എന്തായാലും ഗവർണർ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിൽ പ്രതിഷേധവും മറ്റ് വിമർശനങ്ങളൊക്കെ തന്നെയും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ തിരുത്തി പറയേണ്ട ഒരു ബാധ്യത അത് ഗവർണർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ തിരുത്തുമോ, ഈ തനിക്ക് പറ്റിയ ഈ ഒരു പെശകാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെയാണോ ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് കടന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തിരുത്തിയാൽ അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ അധിക്ഷേപിച്ചതിനുള്ള മറ്റ് വിമർശനങ്ങളൊക്കെ തന്നെയും അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ ഈ നിലയ്ക്കുള്ള വിവാദപരമായ പ്രസ്താവനകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും വരുമ്പോൾ എല്ലായ്പ്പോഴും തന്റെ വാക്കുകൾ അടർത്തി മാറ്റി വളച്ചൊടിച്ചു എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പിന്നീട് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായി ക്രിമിനൽ എന്ന് വിളിച്ചിരിക്കുന്നത് ആവർത്തിച്ച് കേൾക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ. ഒരിക്കൽ കൂടി ഗവർണറുടെ വാക്കുകളിലേക്ക്. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. Minister, but she is saying that she has all the right. I am not going to respond to criminals. Senate meeting can be chaired either by the അനുരാഗ്, വലിയ ദേഷ്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപടി. പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തത് നിയമപരമായി അല്ല എന്ന് മാത്രം പറഞ്ഞു വെക്കേണ്ടിയിടത്ത് രാവിലെ മന്ത്രിയുടെ പ്രതികരണത്തിൽ മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, എന്തും തനിക്ക് മാത്രമേ ആകാവൂ, ഏത് സ്ഥാനമാനങ്ങളും തന്നിലേക്ക് മാത്രമേ വരാവൂ എന്ന നിലയ്ക്ക് പോലും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റ രീതിയെക്കുറിച്ച്. നേരത്തെ വിദ്യാർത്ഥി സംഘടന SFI അടക്കമുള്ളവരെ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഗവർണറെ വിടാതെ പിന്തുടരുന്നതിന് തൊട്ടു പിന്നാലെ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.